ഹായ്, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ തന്നെ ഉള്ള സബ്ജക്റ്റ് മാറ്റർ ആണ്. അതായത് നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നതാണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അഥവാ ലാഭം പരമാവധിയാക്കൽ. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രൊഡക്ഷൻ ഫീൽഡിലെ ഓരോ പ്രൊഡ്യൂസറും വിവിധ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു, അവ കമ്പോളത്തിൽ വിറ്റഴിക്കുന്നു. ഇതല്ലേ ഇവിടെ നടക്കുന്ന പ്രോസസ് അല്ലേ? അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഉൽപാദക യൂണിറ്റിന്റെയും പ്രധാന ലക്ഷ്യം എന്താ? ലാഭം പരമാവധിയാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അപ്പോൾ ലാഭം പരമാവധിയാക്കുന്നതിന് വേണ്ടിയാണ് ഓരോ ഉൽപാദന യൂണിറ്റുകളും ഉൽപാദന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിറ്റ് ഉൽപാദകന്റെ ലാഭം പരമാവധിയിൽ എത്തുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഒരു പേരുണ്ട്. അതിനെ ഇക്വിലിബ്രിയം അഥവാ സന്തുലിതാവസ്ഥ എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, വാട്ട് യു മീൻ ബൈ ഇക്വിലിബ്രിയം? എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിറ്റ് ഉൽപാദകന്റെ ലാഭം പരമാവധിയാക്കുന്ന അവസ്ഥ. ആ ഉൽപാദകന്റെ ലാഭം പരമാവധിയിൽ എത്തുന്ന അവസ്ഥയെയാണ് സന്തുലിതാവസ്ഥ അഥവാ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഉൽപാദകന് ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ താല്പര്യമില്ലാത്ത ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉൽപാദകന് അദ്ദേഹം എന്തിനാഗ്രഹിക്കുന്നില്ല? താൻ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റിന്റെ അളവ്, അതിന്റെ യൂണിറ്റിന്റെ പ്രൊഡക്ഷൻ അത് കുറയ്ക്കുന്നതിനോ കൂട്ടുന്നതിനോ താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ താൻ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റിന്റെ അളവ് അത്രയും കൊണ്ട് മതി, അതിനപ്പുറത്തേക്ക് പോകേണ്ട, ആ അളവിനപ്പുറം കൂട്ടുകയും വേണ്ട കുറയ്ക്കുകയും വേണ്ട എന്ന സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഈ സന്തുലിതാവസ്ഥയിൽ എത്തുമ്പോൾ ഉൽപാദക യൂണിറ്റിന്റെ ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണോ അതായിരിക്കും പൈ എന്ന ഡിനോമിനേഷനിൽ റെപ്രസെന്റ് ചെയ്യുന്ന ലാഭം. ഇത് നമ്മൾ മാത്തമാറ്റിക്കൽ നൊട്ടേഷനിൽ കൊടുക്കുകയാണെങ്കിൽ പൈ ഈസ് ഈക്വൽ ടു TR മൈനസ് TC. അതായത് ലാഭം പൈ എന്നുള്ളതാണ് ലാഭം. ലാഭത്തിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് പൈ. പൈ സമം TR മൈനസ് TC. TR എന്താ? ടോട്ടൽ റവന്യൂ. TC എന്താ? ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം സന്തുലിതാവസ്ഥയിൽ എത്തുന്നത് ഏറ്റവും കൂടുതൽ വ്യത്യാസം TRഉം TCയും തമ്മിലുള്ള അവസരങ്ങളിലാണ്. മനസ്സിലായോ? TRഉം TCയും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടിയിരിക്കുമ്പോഴാണ് ഒരു സ്ഥാപനം സന്തുലിതാവസ്ഥയിൽ എത്തുന്നത്. ഈ TR ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടിയിരിക്കുന്നതിന് 3 വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യമുണ്ട്, ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടിയിരിക്കുന്നതിന് വേണ്ടി വരുന്ന 3 വ്യവസ്ഥകൾ ഏതെല്ലാമാണ്? കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, MC-യും വിപണിയിലെ വിലയും തുല്യമാകണം. MC ഈസ് ഈക്വൽ ടു P, അതായത് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈസ്. 2, MC കുറയാതെ ഇരിക്കണം. മാർജിനൽ കോസ്റ്റ് കുറയാതെ ഇരിക്കണം. നേരത്തെ ഉണ്ടായിരുന്ന ആ മാർജിനൽ കോസ്റ്റ് എന്താണോ ആ ഒരു സാഹചര്യത്തിൽ തന്നെ നിലകൊള്ളണം. എന്ന് പറഞ്ഞാൽ MC വക്രം MR വക്രത്തെ താഴെ നിന്നായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തേതിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ, ഹ്രസ്വകാലയളവിലെ വില ആവറേജ് വേരിയബിൾ കോസ്റ്റിന് തുല്യമോ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ P ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു AVC. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ് AVC. P ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു AVC. ദെൻ ഓപ്ഷൻ 2, ദീർഘകാലയളവിൽ. അപ്പോൾ 2 പീരീഡ്സ് ആണ് പ്രൊഡക്ഷന്റെ. 2 പീരീഡ്സ് ആണ് ലോങ് റൺ പീരീഡ് ആൻഡ് ഷോർട്ട് റൺ പീരീഡ്. അപ്പോൾ ലോങ് റൺ പീരീഡിൽ അഥവാ ദീർഘകാലയളവില് വില ലോങ് റൺ ആവറേജ് കോസ്റ്റിന് തുല്യമോ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണം. അതാണ് LRACക്ക് തുല്യമോ എന്ന് പറയുന്നത്. അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണം. അപ്പോൾ P ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു LRAC. ഇതേതാ മാർക്കറ്റ്? സമ്പൂർണ്ണ കിടമത്സര മാർക്കറ്റാണ് അല്ലെ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ ഒരു സ്ഥാപനം ലാഭം പരമാവധിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന് അതിന്റെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പ്രകാരമായിരിക്കും, കണ്ടീഷൻസ് പ്രകാരമായിരിക്കും സമ്പൂർണ്ണ കിടമത്സരം എന്നുള്ള ഒരു മാർക്കറ്റിലെ ഒരു സ്ഥാപനം ലാഭം പരമാവധിയാക്കുന്നത്. ചോദ്യമുണ്ട്, സമ്പൂർണ്ണ കിടമത്സരത്തിൽ ഒരു സ്ഥാപനം എങ്ങനെയാണ് ലാഭം പരമാവധിയാക്കുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ നിബന്ധനകൾ എന്തെല്ലാമാണെന്നുള്ളതാണ് പറയുന്നത്. കണ്ടീഷൻ 1 എന്ന് പറയുന്നത്,
ഈ സന്തുലിതാവസ്ഥയുടെ ഒന്നാമത്തെ കണ്ടീഷൻ വില എം സിക്ക് തുല്യമായിരിക്കുക എന്നതാണ്. വില എം സിക്ക് തുല്യമായിരിക്കുക എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വിധത്തിൽ എന്ത് പറയാം, പി ഈസ് ഈക്വൽ ടു എം സി എന്നതാണ്. അതായത് ലാഭം പരമാവധി ഉണ്ടാവുന്ന ഒരു സ്ഥാപനം പ്രൈസ് ഈസ് ഈക്വൽ ടു എം സി എന്ന നിലയിലാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. അവരുടെ മനസ്സിലെപ്പോഴും വില എന്നത് മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എം സിയേക്കാൾ താഴെയോ എം സിയേക്കാൾ മുകളിലോട്ടോ പോകാൻ വില അവർ അനുവദിക്കുന്നില്ല. അപ്പോൾ വിലയും എം സിയും തുല്യമല്ലെങ്കിൽ അത് താഴെ കാണിച്ചിരിക്കുന്ന അവസ്ഥകളിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. വിലയും എം സിയും തുല്യമായിരിക്കണം. തുല്യമല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് താഴെ പറയുന്ന കാര്യങ്ങളായിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഒന്നാമത്തെ കേസ് ഇതാണ്, വില എം സിയേക്കാൾ കൂടുതൽ എന്നത് സാധ്യമല്ല. അപ്പോൾ അതിന്റെ ഒരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ആ ഒരു ഫിഗറിൽ ഒ എക്സ് അക്ഷത്തിൽ കാണിക്കുന്ന ഔട്ട്പുട്ടാണ്. ഒ വൈയിൽ കാണിക്കുന്നത് എന്താണ്, എം സി വൈ എന്നുള്ളതാണ്. അതായത് മാർജിനൽ കോസ്റ്റ് ആണ് വൈ അക്ഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാർജിനൽ കോസ്റ്റ് എന്നത് സീമാന്ത ചെലവ് വക്രം, ആ സീമാന്ത ചെലവ് വക്രവും പി ഈസ് ഈക്വൽ ടു എ ആർ ഈസ് ഈക്വൽ ടു എം ആർ എന്ന രേഖയുമാകുന്നു എന്നതാണ്. പ്രൈസ് ആവറേജ് റവന്യൂവിന് തുല്യമാകുക, അത് മാർജിനൽ റവന്യൂവിന് തുല്യമാകുക, അതാണ് ആ ഒരു ലൈൻ എന്നതാണ്. അതവിടെ ഏതാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്, വിലരേഖ, പ്രൈസ് ലൈൻ ആണ്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എ ആർ ഈസ് ഈക്വൽ ടു എം ആർ എന്നത് വിലരേഖയുമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടുത്തെ ഔട്ട്പുട്ടിന്റെ ആ തോത് കൂടുമ്പോൾ, ഉൽപ്പന്നം വർദ്ധിക്കുമ്പോൾ എം സി തുടക്കത്തിൽ എന്ത് സംഭവിക്കും, എം സി തുടക്കത്തിലെ കുറയുന്നു. അപ്പോൾ ഈ എം സി എന്നുള്ളത് മുകളിൽ നിന്നും താഴോട്ട് വന്ന് പിന്നെ അത് മേലോട്ട് കയറുക. അപ്പോൾ ആ എം സിയുടെ ഷേപ്പ് നോക്കിക്കേ, താഴോട്ട് വരുമ്പോൾ അത് കുറയുകയാണ്, പിന്നെ അത് മേലോട്ട് കയറുമ്പോൾ കൂടുന്നു എന്നുള്ളതാണ്. അങ്ങനെ എം സിയുടെ ഷേപ്പ് യു ഷേപ്പാണ്. അപ്പോൾ ആദ്യം അത് കുറയുന്നു, പിന്നീട് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെയോ പി ഗ്രേറ്റർ ദാൻ എം സി എന്നുള്ള ലെവലിലേക്ക് നിൽക്കുന്ന ഒരു കണ്ടീഷൻ. ദെൻ ഇവിടുത്തെ ക്വാണ്ടിറ്റി ആയ ഔട്ട്പുട്ട് Q1 എന്നുള്ളത് ആ Q1 മുതൽ പിന്നെ ഇവിടെ വരെ ഉണ്ട് Q0 എന്നുള്ള ആ ഒരു ലെവൽ വരെയുള്ള ഉൽപ്പന്ന തലത്തിൽ വിപണി വില Q0 ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ഭാഗം നോക്കുക. വിപണി വില എന്നത് എങ്ങനെ കാണിക്കുന്ന എം സിയേക്കാൾ കൂടുതലാണ്. എം സി അങ്ങും ഇതായി കിടക്കണം. അപ്പോഴത്തെ വിപണി വില എന്ന് പറയുന്നത് എം സി താഴെ കിടക്കുന്ന പി എന്നുള്ള പ്രൈസ് ആ താഴെ കിടക്കുന്ന എം സിയേക്കാൾ കൂടുതലാണ്. പ്രൈസ് ലൈൻ കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ, പ്രൈസ് ലൈൻ എം സി ലൈനിന് മുകളിലല്ലേ നിൽക്കണം, എം സി പിന്നീടാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ വിപണി വില എന്ന് പറയുന്നത് എം സിയേക്കാൾ കൂടുതലാണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ ഇവിടുത്തെ ഒരു ബിന്ദു നോക്കുക, ഇ എന്ന ബിന്ദുവിൽ Q0 ആണ്. Q0 എന്നുള്ളത് ഇ എന്ന ബിന്ദുവിൽ. അപ്പൊ ഇ എന്ന ബിന്ദുവിൽ Q0 എന്ന ഉൽപ്പന്ന തലത്തില് സ്ഥാപനത്തിന്റെ ലാഭം പരമാവധി എത്തുന്നത് അല്ലെ. അതുകൊണ്ട് വില എന്നത് എം സിയേക്കാൾ കൂടുതലാണെങ്കിൽ സ്ഥാപനത്തിന് പരമാവധി ലാഭം നേടാൻ പറ്റുകയില്ല. അപ്പോൾ വില എപ്പോഴും എം സിയേക്കാൾ കുറവാണെങ്കിലാണ് ലാഭം നേടാൻ പറ്റുക. വില എം സിയേക്കാൾ കൂടുതലാണെങ്കിൽ സ്ഥാപനത്തിന് പരമാവധി ലാഭം നേടാനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഒരു സ്ഥാപനത്തിന് ലാഭം പരമാവധിയാക്കാൻ കഴിയുക. ഇതാണ് ഒരു ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുക. സ്ഥാപനത്തിന് ലാഭം പരമാവധിയാക്കുന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്. അത് ഒന്നാമത്തെ കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കേസ് 2 എന്ന് പറയാം. കേസ് 2 എന്ന് പറയുന്നത് വില എം സിയേക്കാൾ കുറവ് എന്നത് സാധ്യമല്ല എന്നുള്ളതാണ്. വില എന്നത് എം സിയേക്കാൾ കുറവ് സാധ്യമല്ല. എന്താ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താ? അതായത് മാർജിനൽ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ വിലയിൽ, ആ കുറഞ്ഞ വില എന്ന് പറഞ്ഞ ഏതാ, Q1 മുമ്പും Q0 ശേഷവുമാണ് ഈ കുറഞ്ഞ വില ഉണ്ടാവുന്നത്. ഇതിൽ നോക്കുക, Q1 മുമ്പും Q0 ശേഷവുമുള്ള കേസ് നോക്കുക. അപ്പോൾ അതാണ് ഇവിടെ കുറഞ്ഞ വില എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? സ്ഥാപനത്തിന് നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിബന്ധന രണ്ടാമത്തെ കേസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈ കേസ് 2ന്റെ കേസ് എടുക്കുമ്പോൾ കണ്ടീഷൻ 2 എന്ന് പറയുന്നത് എം സി വക്രം MR വക്രത്തെ താഴെ നിന്ന് ഛേദിക്കണം എന്നുള്ളതാണ്. സന്തുലിതാവസ്ഥയിൽ എത്തുമ്പോഴേക്കും ഇവിടെ നിന്ന് ആ ഇക്വിലിബ്രിയം ഇ എന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. Q0 ആണ് ഔട്ട്പുട്ട് ഉണ്ടെന്ന് കാണുന്നത്. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ എം സി മേലോട്ട് പോവുക. എം സി മേലോട്ട് പോവുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? എം സി ഉയരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ സന്തുലിതാവസ്ഥയ്ക്കുള്ള രണ്ടാമത്തെ ഉപാധി എന്താ പറയുന്നത്? എം സി വക്രം MR വക്രത്തെ താഴെ നിന്ന് ഛേദിക്കണം എന്നുള്ളതാണ്. എം സി വക്രം MR വക്രത്തെ താഴെ നിന്ന് ഛേദിക്കണം എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ സന്തുലിതാവസ്ഥയിൽ സീമാന്ത ചെലവ് കുറയാതിരിക്കണം എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഫിഗറിലേക്ക് നോക്കിയാൽ, ഫിഗർ 4.1 നോക്കിയാൽ MCയും MRും E1 എന്നീ രണ്ട് ബിന്ദുക്കൾ തുല്യമാണ്. നോക്കുക, ഇയും E1 എന്ന ബിന്ദുവും അവിടെയാണ് MCയും MRും തുല്യമായിട്ട് നിലകൊള്ളുന്നത്. അപ്പോൾ അവിടെ തുല്യമാണ് എങ്കിലും E1 എന്ന ബിന്ദുവിന് സന്തുലിത ബിന്ദുവാകാൻ സാധിക്കില്ല. സന്തുലിത ബിന്ദുവാകാൻ സാധിക്കുന്നത് എവിടെയാ? E എന്ന ബിന്ദുവിൽ മാത്രമാണ്. എന്താ ഇതിന് കാരണം? ഈ E1 എന്ന ബിന്ദുവിൽ സന്തുലിതാവസ്ഥയിലെത്താൻ സാധിക്കാത്തതിന്റെ കാരണം എന്താ? MC വക്രം MR വക്രത്തെ മുകളിൽ നിന്നാണ് ഖണ്ഡിക്കുന്നത്. MC വക്രം നോക്കുക, MR വക്രം നോക്കുക, അതെവിടെ നിന്നാണ്? അത് മുകളിൽ നിന്നാണ് ഖണ്ഡിക്കുന്നത്. അതുകൊണ്ട് MC വക്രം താഴോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ E എന്ന ബിന്ദുവിൽ MRും MCയും തുല്യമാവുകയും MC എന്നത് കുറയാതിരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ MC വക്രം MR വക്രത്തെ താഴെ നിന്നാണ് ഛേദിക്കുന്നത്. Q0യിൽ സ്ഥാപനം സന്തുലിതാവസ്ഥയിൽ എത്തുകയും പരമാവധി ലാഭം നൽകുന്ന ഉൽപാദനം കൈവരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി എന്താ മൂന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത്? കണ്ടീഷൻ 3ന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതായത് ഹ്രസ്വകാലയളവുണ്ട്, മറ്റേത് ദീർഘകാലയളവിന്റെയാണ്. ഈ ഹ്രസ്വകാലയളവില് വില ആവറേജ് വേരിയബിൾ കോസ്റ്റിന് തുല്യമോ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹ്രസ്വകാലയളവിൽ ലാഭം പരമാവധിയാക്കുന്ന ഒരു സ്ഥാപനം വിപണി വില AVCയേക്കാൾ കുറഞ്ഞ ഉൽപ്പന്ന തലത്തില് ഉൽപാദനം നടത്തില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വിപണി വില എപ്പോഴും AVCയേക്കാൾ കുറഞ്ഞതാണെങ്കിൽ ഉൽപ്പന്ന തലത്തിൽ ഉൽപാദനം നടത്തില്ല. ആ ഒരു ഫിഗറിലെ OP എന്നുള്ള വില നിലവാരത്തിൽ ഡയഗ്രാം OQ1 എന്ന തലത്തിലാണ് ഉൽപാദനം നടത്തുന്നത് എന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അത് AVC എന്നുള്ള ആ ഒരു ലെവലിനേക്കാൾ താഴെയാണ്. അതുകൊണ്ട് ഈ ബിന്ദുവിൽ TR ഈസ് ഈക്വൽ ടു വില ഇൻറ്റു അളവ്, TR ഈസ് ഈക്വൽ ടു OP ഇൻറ്റു OQ1 എന്നുള്ള ആ ഒരു തലത്തിലാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ദീർഘകാലയളവിലേക്ക് നോക്കിയാൽ ലാഭം പരമാവധിയാക്കുന്ന സ്ഥാപനം വിപണി വില AVCയേക്കാൾ കുറഞ്ഞ ഉൽപ്പന്ന തലത്തിൽ ഉൽപാദനം നടത്തുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ലാഭം പരമാവധിയാക്കുന്ന ആ ഒരു കേസില് തീർച്ചയായിട്ടും ഒരു സ്ഥാപനം ഉൽപാദനം നടത്തുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസിന് വിധേയമായിക്കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്ഥാപനത്തിന്റെ ലാഭം പരമാവധിയാക്കൽ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്ട് മാറ്റർ. അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ എത്തിയിരുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുന്നുവെങ്കിൽ അത് കമന്റ് ആയിട്ട് ഇവിടെ രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത ക്ലാസ്സിലുമായി വരുമ്പോൾ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.